വീണ്ടും ഒരിക്കൽ കൂടെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എനിക്കൊരവസരം കിട്ടിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കോമ്പൗണ്ട് വാളിൽ ഞാൻ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ കാണിച്ച് എന്തുകൊണ്ടാണ് അത് ഞാൻ എഴുതിയത്, നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയുവാനായിട്ട് എനിക്കിടയായി. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അനേക നാളുകളായി ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താണ് അവിടെ എഴുതേണ്ടത്? ടോട്ടൽ എനിക്ക് 11+3 ഒരു 14 ഏരിയ ഉണ്ട്, ഭാഗമുണ്ട് എനിക്ക് എഴുതാൻ പറ്റിയത്. അപ്പം അവിടെ എന്ത് വാക്യങ്ങൾ എഴുതണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വെളിപ്പാട്, ആദ്യത്തെ 11 ഭാഗത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് സുവിശേഷ സന്ദേശം, അത് ഗോസ്പൽ, അത് കൃത്യമായിട്ട് എഴുതുക. അതായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. ഞാൻ ആ വിഷയം ദൈവസന്ധി പ്രാർത്ഥിക്കുകയും കർത്താവ് അതിനുവേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് ദൈവകൃപയാൽ ലഭിക്കുകയും ഇടയായി. ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് ഞാൻ എഴുതിയത്, എന്തുകൊണ്ടാണ് ഞാനത് എഴുതിയത്, ആ കാര്യങ്ങൾ കൃത്യമായി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ കോമ്പൗണ്ട് വാളിൻ്റെ അടുത്തേക്ക് പോകാം. എല്ലാ വാക്യങ്ങൾക്കും ഞാൻ നമ്പർ ഇട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. ഞാനത് വാക്യങ്ങൾ വായിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയനിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതാകുന്നു എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തിന് ദുഃഖമായി. ദൈവം മനുഷ്യനെ തനിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. തന്നോടുള്ള കൂട്ടായ്മയ്ക്കായി, തന്നോട് ചേർന്ന് നടപ്പാൻ തൻ്റെ ഹൃദയ വിചാരം മനസ്സിലാക്കി തനിക്ക് മക്കളായിരിക്കാനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നാൽ മനുഷ്യൻ ദുഷ്ടനായി പിശാചിൻ്റെ വായായി, പിശാചിൻ്റെ കൈയായി, കാലായി പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ പിതൃഹൃദയം തകർന്നു പോയെന്നാണ് കാണുന്നത്. എന്നാൽ ഈ തകർച്ചകളൊന്നും അത് ഒരിക്കലും മനുഷ്യനെ വിട്ടുകളയുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ചില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ തേടി വന്നു. എന്നാൽ മനുഷ്യൻ്റെ ദുഷ്ടത എന്തുമാത്രം വലിയതാണെന്ന് എഴുതിയ ഒരുപാട് വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വിശുദ്ധനായ ദൈവത്തിന് സഹിക്കുവാൻ കഴിയാത്ത പാപം നിറഞ്ഞ മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവർ സകല തിന്മയും വ്യഭിചാരവും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുലപാതകം, കലഹം, വഞ്ചന, ദുശീലം എന്നിവ നിറഞ്ഞവർ. അവർ പരദൂഷകർ, കുശുകുശുപ്പുകാർ, ദൈവവിരോധികൾ, ധിക്കാരികൾ, ദുരഭിമാനികൾ, ആത്മപ്രശംസക്കാർ, പുതിയ പാപങ്ങൾ കണ്ടുപിടിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ഭോഷന്മാർ, വാക്ക് പാലിക്കാത്തവർ, അന്യരോട് ദയവും കരുണയും ഇല്ലാത്തവർ. ഇതൊക്കെ പ്രവർത്തിക്കുന്നവർ നരകയോഗ്യർ എന്നുള്ള ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, അത് ചെയ്യുന്നവരിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് പറയുന്ന 2 വാക്യങ്ങളാണ് 1 കൊരിന്ത്യർ 6:9 മുതൽ 10 വരെയും ഗലാത്യർ 5:19 മുതൽ 21 വാക്യങ്ങൾ. ഇതിനകത്ത് ഒരുപാട് പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പാപമായ മദ്യപാനം. പലരും വിചാരിക്കുന്നത് മദ്യപാനം ഒരു പാവമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എടുത്ത് എഴുതുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. മുഴുവൻ എഴുതുവാനായിട്ട് സ്ഥലമില്ലല്ലോ. ആ വാക്യം ഞാൻ വായിക്കുകയാണ്. അനീതി ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ ഇരിക്കുവിൻ. മദ്യപന്മാരോ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അടുത്ത വാക്യം. ജഡത്തിൻ്റെ പ്രവർത്തികളോ മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് മദ്യപാനം ഒരു പാപമല്ലെന്നാണ്. തീർച്ചയായിട്ടും വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നതാണ് അതൊരു പാപം തന്നെയാണ്. അത് തീർച്ചയായിട്ടും നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പാപം തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പാപിയാണെങ്കിലും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കരിയാപ്പില പോലെ കളഞ്ഞിട്ട് പോകുന്നൊരു ദൈവത്തെ അല്ല വേദപുസ്തകം കാണിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് സാത്താന് തന്നെ കീഴ്പ്പെടുത്തിയപ്പോഴും അന്ന് ദിവസവും ദൈവം മനുഷ്യനോട് സംസാരിക്കുവാൻ ഇറങ്ങി വന്നതെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഒരിക്കലും മനുഷ്യനെ കണ്ട് ദൈവം ഓടിപ്പോയില്ല, എന്നാൽ ദൈവത്തെ കണ്ട് പാപിയായ മനുഷ്യൻ എപ്പോഴും ഓടിപ്പോയിക്കൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളിലായി ദൈവം നമ്മളോട് വീണ്ടും വീണ്ടും വാദിച്ചു കൊണ്ടിരിക്കുകയാണ്, മക്കളെ തിരിച്ചു വരിക. അതാണ് ദൈവത്തിൻ്റെ സന്ദേശം. എന്നാൽ 2000 വർഷം മുമ്പ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു എന്നുള്ളൊരു സത്യവും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നമുക്ക് യെശയ്യാവ് 1-ാം അധ്യായം അതിൻ്റെ 18ഉം 20ഉം വാക്യങ്ങൾ അത് വായിക്കാം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ പാപങ്ങളെ വെച്ച് നമ്മളെ തട്ടിക്കളയുന്നൊരു കർത്താവല്ല നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമുക്ക് വേണ്ടി നമ്മളെ ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവമാണ് നമ്മളോട് വാദിക്കുന്നത്, വരിക, എൻ്റെ അടുക്കൽ വരിക, നിങ്ങൾ പാപത്തിൽ കിടക്കണ്ട, നിങ്ങൾ തിരിച്ച് കടന്നു വാ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അതാണ് ദൈവത്തിൻ്റെ ആ വഴി എന്ന് പറയുന്നത്. എന്നാൽ അത് ഫ്രീ ആയിട്ടല്ല പ്രിയപ്പെട്ടവരെ, ആ ഒരു വഴി ഫ്രീ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ആ വഴി യേശുക്രിസ്തു മുഖാന്തരമാണ് വന്നിരിക്കുന്നത്. 1 യോഹന്നാൻ 1:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പാപത്തിൽ നിന്ന് ഇനി ഏത് മാപ്പ് പറഞ്ഞാലും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു. ദൈവത്തിന് നമുക്ക് മാപ്പ് തരുവാൻ കഴിയുകയില്ലായിരുന്നു. ആ ക്രിസ്തു യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നതെന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മറക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വാക്യം സ്വർഗത്തിലേക്ക് കയറിപ്പോയ കർത്താവ് തൻ്റെ ഭൂമിയിലായിരിക്കുന്ന സഭയോട് യോഹന്നാൻ മുഖാന്തരം സംസാരിക്കുന്ന വാക്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്ന വ്യക്തിയാണ്. കാരണം നമ്മൾ നന്നാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നന്നായാൽ തീർച്ചയായും നിത്യതയിൽ നമുക്ക് യേശുവിനോട് കൂടെ ആയിരിക്കാൻ കഴിയും. ഇന്ന് ഈ ലോകത്തിലുള്ള സകല ആളുകളും ദൈവത്തിൻ്റെ ശിക്ഷ ലഭിക്കുവാൻ തക്കവണ്ണമുള്ള സ്വഭാവ ദൂഷ്യമുള്ളവർ തന്നെയാണ്. എന്നാൽ അതിനകത്ത് ദൈവം എല്ലാവരെയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാറില്ല. തനിക്ക് സ്നേഹമുള്ളവരെയാണ് കർത്താവ് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അനേകരിന്ന് ക്രിസ്തുവിലായിരിക്കുന്നത് അവരെ ദൈവം ശാസിച്ചതുകൊണ്ടാണ്, ദൈവം ശിക്ഷിച്ചതുകൊണ്ടാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഇന്ന് ഈ വേദവസ്തം എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പുറകെ നടക്കുന്നത് ഒരിക്കൽ ശിക്ഷ കിട്ടിയതുകൊണ്ടാണ്. ഞാൻ ആ കർത്താവിൻ്റെ സ്നേഹത്തിനായി, ആ ശിക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ ദൈവം ശിക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മാനസാന്തരമാണ്. നമ്മുടെ വഷളത്വം വിട്ട് കഴിഞ്ഞ ആ വാക്യങ്ങളിലൊക്കെ വായിച്ച വഷളത്തരങ്ങൾ, പാപങ്ങൾ അത് വിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരിക, ഇതിനെയാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്.
ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ യേശു അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് വളരെ മനോഹരമായൊരു വാക്യമാണ്. കാരണം എവിടെ നിന്നാണ് യേശു മുട്ടുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽക്കൽ വീടിൻ്റെ വാതിൽക്കലാണോ? അല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ. ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. മകനെ, മകളെ, ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു വരട്ടെ. അങ്ങനെ വന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതാണ് അവൻ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ആചരിക്കുക എന്നാണ് അതിനർത്ഥം. ഒരുമിച്ച് വസിക്കുക. ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു രീതി, അത് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹമാണ്. നമ്മളെപ്പോലെ നൂറുകണക്കിന് ആളുകളെ ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിലും, കാരണം യോഹന്നാൻ സ്നാപകൻ യഹൂദന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുവാൻ തുനിയരുത്. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും. അതെ, അപ്പോൾ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോൾ പോലും നമ്മളെപ്പോലെ പാപികളായ മനുഷ്യരെ അങ്ങനെ ചെയ്യാതെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ ആ മഹാസ്നേഹം നമ്മൾ നന്ദിയോടല്ലാതെ നമുക്ക് ഓർക്കാൻ കഴിയുകയില്ല. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനോട് പറയണം, യേശുവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വാതിൽ അങ്ങേക്ക് തുറക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്നോടുകൂടെ വസിക്കണമേ. ഞാൻ ഇനി മുതൽ ദൈവഹിതപ്രകാരം ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞാൽ 100% കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ഹൃദയം തൻ്റെ രക്തം കൊണ്ട് കഴുകുകയും നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ പാപപരിഹാര ബലിയായി നൽകുവാൻ തക്കവണ്ണം ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ നശിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് 2000 വർഷം മുമ്പ് യേശു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിച്ചത്. ആ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നിങ്ങൾ മറന്നു കളയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ യേശുവിനെ നിങ്ങളും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ ഭൂമിയിൽ കുറച്ച് കഷ്ടങ്ങളുണ്ടായാലും നിങ്ങൾ നിത്യജീവനിലേക്ക് കടക്കുവാൻ തക്കൊണ്ട് ഇടയാകും. എന്നേക്കുമുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നും തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നു എന്നും ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം തെറ്റായി വിചാരിക്കരുത്. എങ്ങനെ ആരെങ്കിലും ഒക്കെ കയറ്റാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല ദൈവരാജ്യം. അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ആദ്യത്തെ മനുഷ്യനെ പാപിയാണെന്ന് തിരിച്ചറിയുകയാണ്. അത് ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഞാൻ എഴുതി. രണ്ടാമത്തെയും ഒക്കെയുള്ള വാക്യങ്ങളിൽ എഴുതിയത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ദൈവം നമ്മളോട് വാദിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ യേശുവിനെ വിശ്വസിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു പരിഹാരമായി മരിച്ചു എന്ന് വിശ്വസിക്കുകയും വേണം. എന്നാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ യേശു നിക്കോദിമോസിനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഏത് സഭയുടെ രജിസ്റ്ററിൽ പേരുണ്ടായാലും പരിശുദ്ധാത്മാവിൽ ജനിച്ചവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ക്രിസ്തു മതത്തിൽ ജനിച്ചതുകൊണ്ട്, ഞാൻ ഇന്ന സഭയുടെ മെമ്പറായതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ഇന്ന കൂതാശകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായും അത് ഒരു തെറ്റായ പഠിപ്പിക്കലാണ്. അങ്ങനെയില്ല.
ഏത് സഭയുടെ മെമ്പറായാലും നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല. അതിൻ്റെ സ്റ്റെപ്പുകൾ, ആദ്യത്തെ സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആയ സ്റ്റെപ്പാണ് പുതുതായി ജനിക്കുക. ഇതൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ നാം ജനിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവരാജ്യത്തിലേക്ക് ജനിപ്പിക്കുകയാണ്. അതായത് ആത്മാവിൽ നമ്മളെ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ആത്മാവിൽ ഉണ്ടാകാത്തിടത്തോളം ഏത് തിരുമേനിയാണെങ്കിലും, ഏത് പാസ്റ്ററാണെങ്കിലും, ഏത് അച്ഛനാണെങ്കിലും ഒരിക്കലും ദൈവരാജ്യത്തിൽ അവർ കാണത്തില്ല. അതുകൊണ്ട് തെറ്റായ പഠിപ്പിക്കലുള്ള സഭകളെ നോക്കി ഞാൻ പറയുകയാണ്, വേദോസ്തത്തിൻ്റെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ പുതുതായി ജനിച്ചവരുടെ സ്വഭാവവും രീതികളും എല്ലാം വ്യത്യാസമായിരിക്കും. ഒരുവൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വഭാവമുള്ളതുപോലെ ഒരിക്കൽ വീണ്ടും ജനിച്ച വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അതുമാത്രമല്ല, അന്നു മുതൽ അവൻ ദൈവത്തെ ആഴമായി സ്നേഹിപ്പാനും അനുസരിക്കാനും തുടങ്ങുന്നു. അടുത്തത്, ഒരാൾ വീണ്ടും ജനിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ് ആ മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് വേദവസം പറയുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ സ്നാനമേൽക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കർത്താവ് അത് ഏൽക്കുകയും മാതൃക കാണിച്ചിരിക്കുകയും ചെയ്തു അതെങ്ങനെ ചെയ്യണമെന്ന്. അതുമാത്രമല്ല, താൻ മറ്റുള്ളവരോട് സ്നാനം കൊടുക്കാനായിട്ട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ സ്നാനം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ എഴുതിയിരിക്കും, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് സഭകൾ തെറ്റായ പഠിപ്പിക്കലുകളിലാണ് നിൽക്കുന്നത്. വേദപുസ്തകത്തിലല്ല അവർ നിൽക്കുന്നത്. ശിശുസ്നാനം എന്നൊരു കാര്യം വേദപുസ്തകത്തിൽ ഒരിടത്തും തെളിയിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആമസോണിൽ പോയി ബിജു കോവൂർ എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ട്. അതിനകത്തൊന്ന് സ്നാനത്തെക്കുറിച്ചുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇ ബുക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തൊക്കെയോ സാങ്കേതിക തടസ്സം കാരണം അത് നിങ്ങൾക്ക് ലഭിക്കുകയോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും ഇ ബുക്കായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാർത്തമ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനം ഏതാണെന്ന് മനസ്സിലാക്കി ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്ത എന്നെ ആ സഭയിൽ നിന്ന് എൻ്റെ അമ്മ ഇരിക്കുമ്പോൾ തന്നെ എന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കുവാനായിട്ടിടയായി. എങ്കിലും എനിക്കതിൽ വളരെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം എന്നെ സ്നേഹിച്ച യേശുവിന് വേണ്ടി അപമാനമേൽക്കാനിടയായാലും ഞാൻ വളരെ സന്തോഷിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് തെറ്റായ ഉപദേശങ്ങളിൽ നിന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുക നിങ്ങളുടെ നിത്യജീവനായിരിക്കും. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയവിടെ. എന്നാൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാൻ വിസമ്മതിച്ചുകൊണ്ട് തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിരസിച്ചു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിരസിച്ചാൽ നിങ്ങൾ മനുഷ്യനെയല്ല, നിങ്ങൾ ദൈവത്തെ തന്നെയാണ് നിരസിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. വീണ്ടും ജനിച്ച വ്യക്തിയോട് ഒരിക്കലും സ്നാനപ്പെടാൻ ഫോഴ്സ് ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെ ആരുടെയെങ്കിലും പുറകെ പോകുന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ജനിച്ചിട്ടില്ല, അവൻ യേശുവുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവൻ തർക്കങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത്. ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും ഞാൻ അതിനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അതിനായി ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സഭ നിങ്ങളെ പിന്തള്ളിയെന്നിരിക്കും, പക്ഷെ നിങ്ങൾ നിത്യരാജ്യത്തിൽ യേശുവിനോടൊപ്പമായിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സ്നാനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. അത് ഒരിക്കലും അതിൻ്റെ അവസാനമല്ല. സ്നാനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഞാനിനി
സ്വർഗത്തിൽ പോയി എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം അതിമഹത്വമുള്ളതാണ് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ വായിക്കുന്നു, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അതിമഹത്തായത് നമ്മുടെ മുകളിൽ വരുവാൻ വേണ്ടിയാണ്. അതായത് പരിശുദ്ധാത്മാവ് ദൈവമാണ്, ത്രിത്വത്തിൽ മൂന്നാമനാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിക്കുകയും ദൈവസന്നിധിയിൽ വരികയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും നമ്മളെ കർത്താവ് വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിപ്പിക്കുകയൊക്കെ ചെയ്തത്, നമ്മൾ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നത് നമ്മൾ അതിമഹത്തായ വാഗ്ദത്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതായത് ദൈവത്തെ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം വീടെല്ലാം കഴുകി വൃത്തിയാക്കി ആരെങ്കിലുമൊക്കെ വിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മൾ കയറുന്നത് പോലെ നമ്മുടെ അകത്തെ കന്മഷവും പാവവും എല്ലാം മാറ്റി അവിടെ ആക്കിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാൻ വേണ്ടിയാണ്. എന്നാൽ ഇന്നത്തെ ഒരുപാട് സഭകൾ ഈ കാര്യത്തിൽ അവർ പഠിപ്പിക്കുന്നേയില്ല. ഇങ്ങനൊരു കാര്യം അവർ പറയുന്ന പോലുമില്ല. സഭയുടെ രജിസ്റ്ററിൽ പേരുണ്ടായ സ്വർഗത്തിൽ പോകും, ഇവിടെ വരണം, കുദാശ അവിടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കണം, അത് കഴിഞ്ഞിട്ട് പോകണം, അപ്പോൾ സ്വർഗത്തിൽ പോകും. ഇതാണ് അവരുടെ ചിന്ത. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കുകയാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഒരു സഭകളും ആ കാര്യത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം അപ്പോസ്തല പ്രവൃത്തികളിലുടനീളം കാണുവാൻ കഴിയും. എവിടെയൊക്കെ അവർ മീറ്റിംഗ് നടത്തിയോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, പ്രവചനം ചെയ്തു, ആ കൃപാവരങ്ങളാൽ നിറഞ്ഞു എന്നൊക്കെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. എന്നിട്ടും ഇത്രയും പ്രാധാന്യമേറിയ കാര്യം അനേക സഭകൾ അവഗണിക്കുകയും അതവരെ പഠിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ്? ഇതിനു വേണ്ടി തന്നെ സ്ഥാപിതമായ സഭകളാണ് പെന്തക്കോസ്ത് സഭകൾ. ഇന്ന് പെന്തക്കോസ്ത് സഭകളിലെ ഒരു 60-70% ആളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കരുത്. അതൊരു വലിയൊരു സത്യമായി തീർന്നിരിക്കുകയാണ്. അനേക ദൈവദാസന്മാർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ല. മറ്റു സഭകളെ പോലെ തന്നെ അവരുമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നതെന്ന് ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 19:2 പൗലോസ് വിശ്വാസികളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പ്രിയപ്പെട്ടവരെ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ് 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ദൈവജനം അവോയ്ഡ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമോ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നിങ്ങൾ ഏത് സഭയുടെ മെമ്പറാണെങ്കിലും, ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയാണെങ്കിലും, അസംബ്ലി സഭകളാണെങ്കിലും, ചർച്ചകളാണെങ്കിലും, ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർക്ക് നിത്യത ഉണ്ടാകത്തില്ല. അങ്ങനെ തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം എന്ത് സംഭവിക്കും? തീർച്ചയായും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തു ആകുന്ന നാട്ടൊലിവിന്മേൽ കാട്ടൊലിവായ നമ്മളെ ഒട്ടിച്ചേർക്കുന്ന കാര്യം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ നീതി പ്രവൃത്തികളാകുന്ന ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടും നമ്മൾ മുള്ളും പറക്കാരെയും അല്ലെങ്കിൽ അഴുക്ക്
ഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ നിത്യതയിൽ കടക്കത്തില്ല. യേശു പറഞ്ഞു, ഒരിക്കലും ഒരു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ആകാത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലമൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല. വിഷക്കായ ഉണ്ടാകുന്ന ചെടിയിൽ ഒരിക്കലും ആപ്പിൾ ഉണ്ടാകത്തില്ല, ആപ്പിളിൽ ഒരിക്കലും വിഷക്കായ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷിക്കപ്പെടുന്ന നീതി പ്രവൃത്തി ഉണ്ടല്ലോ, നിങ്ങൾക്കൊരിക്കലും പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല, അത് കൃപയാലാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ട നീതി പ്രവൃത്തികളുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. കാരണം യഹൂദ മതഗുരുക്കന്മാർ അക്ഷരത്തിൻ്റെ പ്രമാണമാണ് അവർ ശുശ്രൂഷിച്ചത്. ആ അക്ഷരത്തിൻ്റെ പ്രമാണത്തിൽ അവരെത്ര ചെയ്തോ അതിനേക്കാളും കവിഞ്ഞാണ് ആത്മാവിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്നവൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ യഹൂദ മതഗുരുക്കന്മാരുടെ പ്രവൃത്തികളെ കവിയുന്നില്ലെങ്കിൽ, അതായത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പ്രവൃത്തികളെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ അല്ലെങ്കിൽ നരകത്തിലിട്ട് കളയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചാൽ മാത്രം പോരാ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജനത മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഇവിടെ മലാക്കിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തോട് അല്ലെങ്കിൽ ഇസ്രായേലിനോട് പറയുകയാണ്, അവർക്ക് കിട്ടുന്നത് മുഴുവൻ ദൂർത്തടിച്ച് അവർ സ്വന്തമായി ചിലവാക്കി സ്വാർത്ഥരായി കഴിയുമ്പോൾ ദൈവവേലയ്ക്കോ ദൈവജനത്തിനോ ദൈവപ്രവർത്തികൾക്കായിട്ടോ ഒന്നും ചിലവാക്കാതെ ദൈവാലയത്തെ ശൂന്യമാക്കിയിട്ടിരിക്കുമ്പോൾ അവരുടെ പുറത്ത് അവർ ശാപത്തെ വലിച്ചു വയ്ക്കുകയാണ്. നമുക്ക് തരുന്നതെല്ലാം അത് ദൈവത്തിൻ്റെ തന്നെയാണ്. അത് ചെയ്യാനുള്ള ശക്തി, അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള ആരോഗ്യം എല്ലാം തന്ന ദൈവമാണ്. ചുരുക്കം പറഞ്ഞാൽ അധ്വാനിക്കുന്നെങ്കിലും 100% അതിൻ്റെ ഓണർഷിപ്പ് ദൈവത്തിന് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ദൈവം തരികയാണ്. അങ്ങനെ തരുമ്പോൾ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് കറൻസി നോട്ട് അടിച്ചൊന്നും ഇങ്ങോട്ട് തരത്തില്ല. മനുഷ്യൻ തന്നെയാണ് ദൈവത്തിൻ്റെ വേല ഭൂമിയിൽ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതിനാവശ്യമായ സാമ്പത്തികം കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് തന്നെയാണ്. അവർ അതിന് ഉത്തരവാദിത്വം എടുക്കുകയും കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭവനത്തിൽ, അവരുടെ ജീവിതത്തിൽ ശാപം വരിക തന്നെ ചെയ്യും. മനുഷ്യന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, നിത്യതയിൽ കർത്താവിനോട് ആയിരിക്കാൻ മനുഷ്യന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശുക്രിസ്തു ആകുന്ന വഴിയാണ്. എന്നാൽ നമ്മളാരും വിചാരിക്കുന്ന പോലെ എത്ര സുഖമായൊരു വഴിയാണ്, ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് ആരും വിചാരിക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുവിൻ. നരകത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കവും അത്രേ. ഇപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊക്കെയാണ് അനേകർ കരുതുന്നത്. അങ്ങനെയല്ല. നമ്മൾ ഇടുങ്ങിയ വാതിൽ കൂടെ തന്നെ കടക്കണം. ഞെരുക്കത്തിൽ കൂടെയാണ് നമ്മുടെ യാത്ര. കാരണം വിശാലമായ വഴി, അനേകർ പോകുന്ന വഴി, അത് നരകത്തിലേക്കുള്ള വാതിലാണ്. സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാണ്. അത് കണ്ടെത്തുന്നവരാണെങ്കിൽ വളരെ ചുരുക്കം ആളുകളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നിത്യ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. കർത്താവ് തന്നെ അനുഗമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്:
എന്നെ അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ച ശേഷം ദിനംതോറും ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ സ്നാനപ്പെട്ടു, പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞു, പശ്ചാത്തപിച്ചു, അതിനുശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. നമ്മൾ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പ്രാപിച്ചു. നമ്മുടെ നീതിപ്രവർത്തികൾ മറ്റുള്ളവർക്ക് വിളങ്ങുവാനായിട്ട് തുടങ്ങി, ദൈവത്തിന് വിളങ്ങുവാനായിട്ട് തുടങ്ങി. പക്ഷേ അപ്പോഴും വഴി സൂക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ഇടുങ്ങിയ വാതിലായിരിക്കണം, വാതിലിടുക്കവും വഴി ഞെരുക്കവുമുള്ളതായിരിക്കണം. അത് വിശാലവും വീതിയുള്ള വാതിലും വിശാലമായ വഴിയും നമ്മളെ നാശത്തിലേക്ക് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. അതുമാത്രമല്ല, യേശുവിനെ ഒരാൾ ഇച്ഛിക്കാൻ ചിന്തിച്ചാൽ അവൻ സ്വയം ത്യജിക്കേണ്ടി വരും. എന്നിട്ട് ക്രിസ്തു നിമിത്തം, അതായത് കർത്താവ് പറഞ്ഞത് നിമിത്തമുള്ള കഷ്ടങ്ങൾ എടുത്തുകൊണ്ട്, അതായത് കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവസാനം കർത്താവേ കർത്താവേ എന്ന് ജീവിതകാലം മുഴുവൻ വിളിച്ചവനല്ല പോകുന്നത് നിത്യതയിൽ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമാണ് ആത്യന്തികമായി സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. സ്നാനപ്പെടുത്താലും അഭിഷേകം പ്രാപിച്ചാലും പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലാതെയും ദൈവഹിത പ്രകാരമല്ലാതെയും ജീവിക്കുന്നെങ്കിൽ വീണ്ടും നിത്യതയിൽ നിന്ന് വഴുതി പോകുവാനുള്ളൊരു വലിയ സാധ്യത നമ്മുടെ മുന്നിൽ കിടക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നൊരു സത്യമാണ്. അതുകൊണ്ടാണ് വേദോസം പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. ഇത് എൻ്റെ ആ 11 വാക്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ വാക്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത എല്ലാവരെയും തീ തടാകത്തിലേക്ക് തള്ളിയിടും. ഇത് ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇത് വെളിപ്പാട് 22-ാം വാക്യം. ഇതോടുകൂടെ ഉൽപ്പത്തിയിൽ തുടങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ തന്നെ നമുക്ക് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ തമാശിന് പറയുന്നതാകട്ടെ, നിസാരമായി പറയുന്നതാകട്ടെ, എല്ലാ വാക്കുകൾക്ക് വരെ ന്യായവിധി ദിവസത്തിൽ ഏത് മതത്തിലും ജാതിയിലും ജനിച്ചവനായാലും ആരായാലും ദൈവത്തോട് എന്തിന് എങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് കർത്താവ് കൃത്യമായി പറയുകയാണ്. എന്ന് മാത്രം സൂക്ഷ്മതയോടും ഭയത്തോടും വേണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. ആ ദിവസമൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് എനിക്കിപ്പോഴും അറിയില്ല. തീർച്ചയായും അതിനുവേണ്ടി ദൈവം സഹായിക്കുവാനായിട്ട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ഏത് നിസ്സാര വാക്കിനും നമ്മൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനായി ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. എന്നാൽ നമ്മുടെ ചുറ്റും നമ്മുടെ അയൽക്കാർ, സ്വന്തക്കാർ, സ്നേഹിതന്മാർ, നാട്ടുകാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരാണ് എന്ന് നമ്മൾ മറക്കരുത്. അത് നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമായി തീരട്ടെ. നമ്മളെപ്പോലെ അനേകർ നിത്യതയുടെ വഴിയിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ പറയണം എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു.
അല്ലെങ്കിൽ അവരുടെ രക്തം ദൈവം നമ്മളോട് ചോദിക്കുവാനായിട്ടിടയാവും. ഞാൻ എൻ്റെ മതിലിലൊക്കെ എഴുതുന്നത് അതുകൊണ്ടാണ്. ഒരുപക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് ആരും പറയരുത്. എത്രയും പേരോട് പറയാമോ അത് പലവിധ രീതികളിൽ കൂടെ എങ്ങനെയെങ്കിലും അവരുടെ പേര് കൂടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കാണുവാനുള്ള ആഗ്രഹത്തോടെ ആണ് ഈ വീഡിയോകൾ ഇറക്കുന്നതും ഈ മതിലെഴുതുന്നതും ഈ ട്രാക്റ്റ് കൊടുക്കുന്നതും ഈ വചനം പ്രസംഗിക്കുന്നതും എല്ലാം ഒറ്റ ഉദ്ദേശം മാത്രം. ഞാൻ സ്വർഗത്തിൽ പോകാനല്ല, അനേകരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം അത് നമുക്കുണ്ടായിരിക്കണം ദൈവമക്കളെ. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുന്നു. അതെ, നമുക്ക് വേണ്ടി പ്രവർത്തികൾക്ക് ഒരു പ്രതിഫലമുണ്ട്. നല്ലത് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിന് വൻ പ്രതിഫലം ദൈവം കാത്തുവച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇന്നൊടി നേരത്തേക്കുള്ള കഷ്ടം കിട്ടുവാനുള്ള ആ തേജസ്സിൻ്റെ അത്യന്ത ഘനം ഹേതുവായി അത് സാരമില്ല എന്ന് എണ്ണുന്നു. അതേ, നമുക്ക് വേണ്ടി വൻ പ്രതിഫലം ചിന്തിക്കുവാൻ കഴിയാത്ത, ഈ ഭൂമിയിൽ മനസ്സിൽ ഓർക്കുവാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ചില വാക്യങ്ങളിലൂടെയുണ്ട്, പക്ഷേ സുവിശേഷം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ അയച്ചു കൊടുക്കണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു കുടുംബമെങ്കിലും, ഒരു മനുഷ്യനെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെ. അതുകൊണ്ട് നിങ്ങൾ അതിന് ഉത്സാഹിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.